ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ ഒരു സ്റ്റോറി ആയിട്ടാണ്. ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ഉള്ള 4ാം ക്ലാസ്സിലെ തന്നെ ഈ ഒരു സ്റ്റോറിക്ക് മുന്നേ ഉള്ളൊരു പോയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എവരിഡേ ഹീറോസ് എന്നുള്ളത്. അതിനുശേഷം വരുന്ന ഒരു സ്റ്റോറിയാണ് ദ ട്രിക്ക് ഓഫ് കിച്ചു. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ സ്റ്റോറിയുടെ പേരെന്താണ്? ദ ട്രിക്ക് ഓഫ് കിച്ചു. കിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ അതിലുള്ള ഒരു കേന്ദ്ര കഥാപാത്രമാണ്, സെൻട്രൽ ക്യാരക്ടറാണ്. കിച്ചു എന്ന് പറഞ്ഞാൽ ഒരു റാബിറ്റ് ആണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ സ്റ്റോറി ഒന്ന് നോക്കാം. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു, ദ ബ്രേവ് റാബിറ്റ് വാസ് ഹീറോയിക് ആക്ഷൻ സേവ് ദി ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു. ഈ ഒരു സ്റ്റോറി ആരെ കുറിച്ചാണ്? കിച്ചുവിനെ കുറിച്ചാണ്. ദ ബ്രേവ് റാബിറ്റ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾഡ്, ധൈര്യമുള്ള. റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയൽ അല്ലേ, എല്ലാവർക്കും അറിയാം. ദ ബ്രേവ് റാബിറ്റ്. അപ്പോൾ എന്താണ്? കിച്ചു എന്ന് പേരുള്ള ഒരു ബ്രേവ് റാബിറ്റ്, ഒരു ബോൾഡ് ആയിട്ടുള്ള റാബിറ്റിനെ കുറിച്ചുള്ളൊരു കഥയാണ്. ഹോസ് ഹീറോയിക് ആക്ഷൻസ് സേവ് ദി ലിവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. എന്താണ് ഹീറോയിക് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ? അവൻ്റെ ധീരതയാർന്ന, അല്ലേ, ഹീറോയിക് എന്ന് പറഞ്ഞാൽ ധീരതയാർന്ന ആക്ഷൻസ്, പ്രവൃത്തികൾ. സേവ് ദി ലിവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ, അവൻ്റെ കൂട്ടുകാരുടെ ജീവൻ ജീവൻ രക്ഷിച്ചതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു കഥയിൽ വരുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ സ്റ്റോറിയിലോട്ട് പോയാലോ. കിച്ചു the rabbit was a well-known vegetable merchant in the little market. His shop was filled with fresh vegetables like carrot, cabbage, pumpkin, bitter gourd and spinach. എന്താ പറയുന്നത്? കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മെർച്ചൻറ്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. കിച്ചു ആരാണെന്നാ പറയുന്നത്? കിച്ചു ദ റാബിറ്റ് വാസ്, കിച്ചു എന്ന് പറയുന്ന ആ ഒരു റാബിറ്റ് അല്ലേ, ആ ഒരു മുയൽ, വെൽ നോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വെജിറ്റബിൾ മെർച്ചൻ്റ് ആണ്. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ അല്ലേ, മെർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടക്കാരൻ അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ എന്നൊക്കെയാണ്. അപ്പം അറിയപ്പെടുന്ന ഒരു വെജിറ്റബിൾ മെർച്ചൻ്റ് ആണ്, പച്ചക്കറി കച്ചവടക്കാരനാണ്. ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്, ആ ഒരു ചെറിയ മാർക്കറ്റിലുള്ള അറിയപ്പെടുന്ന ഒരു പച്ചക്കറി അല്ലേ, വെജിറ്റബിൾ മെർച്ചൻ്റ് ആണ് ആര്? കിച്ചു എന്ന് പറയുന്ന റാബിറ്റ്. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, കാബേജ്, പംകിൻ, ബിറ്റർ ഗാർഡ് ആൻഡ് സ്പിനാച്ച്. എന്താണ്? ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത്, അവൻ്റെ കട എങ്ങനെ നിറഞ്ഞിരിക്കുന്നത്? ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രഷ് ആയിട്ടുള്ള അല്ലേ, നല്ല വെജിറ്റബിൾസ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പംകിൻ ഉണ്ട്. പംകിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തനാണ്. അതുപോലെ ബിറ്റർ ഗാർഡ് ഉണ്ട്, സ്പിനാച്ച് ഉണ്ട്. ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ കയ്പയും ഉണ്ട്, അതുപോലെ തന്നെ ചീരയും ഉണ്ട്. അപ്പോൾ കിച്ചുവിൻ്റെ ആ ഒരു പച്ചക്കറിയിലെ വെജിറ്റബിൾ ഷോപ്പിൻ്റെ ആ ഒരു പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. വൺ ഡേ ചിന്നു എ ലിറ്റിൽ ഗേൾ കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. വൺ ഡേ, ഒരു ദിവസം, ചിന്നു എ ലിറ്റിൽ ഗേൾ, ഒരു ചെറിയ പെൺകുട്ടി, അവളുടെ പേരെന്താണ്? ചിന്നു അല്ലേ. കെയിം ടു ഹിസ് ഷോപ്പ്, അവൻ്റെ ഷോപ്പിലേക്ക് വന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ബൈ സം വെജിറ്റബിൾസ്, കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പെൺകുട്ടി, അവളുടെ പേരെന്താണ്? ചിന്നു അല്ലേ. കിച്ചുവിൻ്റെ ഷോപ്പിലേക്ക് വരുവാണ്. അപ്പോൾ അവിടെ ആ ഒരു പിക്ചറിൽ കണ്ടോ ചിന്നു വന്നിട്ട് അവിടെ സാധനം വാങ്ങുന്നതൊക്കെ. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കാന്ന് നമുക്ക് നോക്കാം. ഹി നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിങ് സംതിങ്. ഹി കുഡിൻ മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. ഹി നോട്ടീസ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ ശ്രദ്ധിക്കുകയാണ്, കിച്ചു ശ്രദ്ധിക്കുകയാണ്. ചിന്നു ഹോൾഡിങ് സംതിങ്. ഹോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്, ചിന്നു എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് കിച്ചു ശ്രദ്ധിക്കുകയാണ്. ഹി കുഡിൻ മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. ഇവിടെ മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നാണ് കേട്ടോ. ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. അവന് അത് എന്താണ്, അവൾ എന്താണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് അവന് പെട്ടെന്ന് മനസ്സിലായില്ല. ഹോ മൈ ഫ്രണ്ട് കിച്ചു. അപ്പം കിച്ചുവിനെ കണ്ടപ്പം അവൾ പറയാണ്, ആര് പറയുന്നു? ഫ്രണ്ടിൻ്റെ പേരെന്തായിരുന്നു? ചിന്നു പറയുകയാണ്, ഹോ മൈ ഫ്രണ്ട് കിച്ചു, എൻ്റെ ഫ്രണ്ട്, പ്രിയ കൂട്ടുകാരാ. മൈ ഫാദർ ഡസൻറ്റ് ഹാവ് എനി മണി വിത്ത് ഹിം. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഒന്നുമില്ല. മൈ ഫാദർ ഡസ് നോട്ട് ഹാവ് എനി മണി വിത്ത് ഹിം. അച്ഛൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. പക്ഷെ എനിക്കെന്താണ്, ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. Please keep this mirror with you and give me some pumpkins, carrot and beans. പ്ലീസ് കീപ് ദിസ് മിറർ. അപ്പോൾ എന്താണ്? അവളുടെ കയ്യിലുള്ള ആ ഒരു മിററായിരുന്നു. ആ മിറർ അവൻ്റെ നേരെ നീട്ടിയിട്ട് അവൾ പറയുകയാണ്, പ്ലീസ് കീപ് ദിസ് മിറർ, നീ ഒരു വിത്ത് യു ആൻഡ് ഗിവ് മീ സം പംകിൻസ്, കാരറ്റ്സ് ആൻഡ് ബീൻസ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ മിറർ അവന് നേരെ നീട്ടിയിട്ട് അവൾ എന്ത് പറഞ്ഞു? ഇത് നീ വെച്ചോ, എന്നിട്ട് എനിക്ക് കുറച്ച് പംകിൻസും മത്തനും അതുപോലെ ക്യാരറ്റും ബീൻസും ഒക്കെ കൊണ്ടാ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ ഇത് നീ കയ്യിൽ വെച്ചിട്ട് എന്താണ്, എനിക്ക് കുറച്ച് പച്ചക്കറികൾ കൊണ്ടാ. അപ്പോൾ എന്താണ്, കടം പറയുകയാണല്ലേ. അപ്പം ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മിറർ അവൻ്റെ കയ്യിൽ അവൾ കൊടുക്കുകയാണ്. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി ഐ വിൽ പേ യു ആൻഡ്
ടേക്ക് ദി മിറർ ബാക്ക്. ഓക്കെ, ചിന്നു സെഡ്. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ പണം വരുമ്പോൾ, ഐ വിൽ പേ യു, ഞാൻ നിനക്ക് ആ ക്യാഷ്, ഇപ്പം വാങ്ങിയ പച്ചക്കറികളുടെ ക്യാഷ് ഞാൻ നിനക്ക് തരാം, ഞാൻ പേ ചെയ്യാം. എന്നിട്ടോ ആൻഡ് ടേക്ക് ദ മിറർ ബാക്ക്, എന്നിട്ട് ഈ ഒരു മിറർ ഞാൻ തിരിച്ചെടുത്തോളാം. മിറർ എന്ന് പറഞ്ഞാൽ കണ്ണാടി എന്നാണ് കേട്ടോ. അപ്പോൾ ആ മിറർ ഞാൻ തിരിച്ചെടുത്തോളാം. ഓക്കെ, ചിന്നു സെഡ്. അവൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കിച്ചുവിനോട്. ചിന്നു സെഡ് പറഞ്ഞു. Kichu took the mirror from her and carefully placed it in a corner of the shop. He gave her all the vegetables she wanted. Chinnu went back home happily. കിച്ചു ടുക്ക് ദി മിറർ ഫ്രം ഹെർ. എന്താ പറയുന്നത്? കിച്ചു അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു മിറർ വാങ്ങിയില്ലേ? എന്നിട്ടോ ആൻഡ് കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ കോർണർ ഓഫ് ദി ഷോപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? ഷോപ്പിൻ്റെ ഒരു കോർണറിൽ കെയർഫുള്ളി പ്ലേസ്ഡ് അല്ലേ, ശ്രദ്ധാപൂർവ്വം എന്ത് ചെയ്തു? ആ മിറർ കൊണ്ടുവച്ചു. ഹി ഗേവ് ഹെർ ഓൾ ദി വെജിറ്റബിൾസ് ഷീ വാണ്ടഡ്. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ ആവശ്യപ്പെട്ട, വാണ്ടഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ട പച്ചക്കറികളൊക്കെ എന്ത് ചെയ്തു? അവൾക്ക് നൽകി. ചിന്നു വെൻ ബാക്ക് ഹോം ഹാപ്പിലി. ചിന്നു എന്ത് ചെയ്തു? അതൊക്കെ കിട്ടിയപ്പോൾ ചിന്നു വീട്ടിലേക്ക് തിരിച്ചു പോയി. എങ്ങനെയാണ് പോയത്? ഹാപ്പിലി, സന്തോഷത്തോടു കൂടി പോയില്ലേ. അപ്പോൾ എന്താണ്, ചിന്നു വന്ന സമയത്ത് അവളുടെ അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവളൊരു മിറർ കൊണ്ടാണ് വന്നത് അല്ലേ. എന്നിട്ട് കിച്ചുവിനോട് പറഞ്ഞത്, ആ മിറർ അവിടെ വെച്ചിട്ട് എനിക്ക് കുറച്ച് പച്ചക്കറികൾ തരൂ, അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് വരുന്ന സമയത്ത് ഞാനത് നിനക്ക് പേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ കിച്ചു എന്താണ്, അത് അക്സെപ്റ്റ് ചെയ്തു. കിച്ചു എന്ത് ചെയ്തു? മിറർ വാങ്ങി വെച്ചിട്ട് അവൾക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ചിന്നു എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിലേക്ക് പോയി. കിച്ചു ടുക്ക് ഔട്ട് ദി മിറർ ആൻഡ് ലുക്ക്ഡ്. ഹേ, വാട്ട്സ് ദിസ്? ഹൂ ഈസ് ദിസ് ഇൻ ദി മിറർ? ഹി വാസ് പ്ലീസ്ഡ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദി മിറർ. Am I so handsome? He wondered. He started dancing with joy. From then on, every morning, he would brush and clean his face, looking in the mirror. Days passed. Kungan Wolf started visiting the little market. He attacked all the animals in the market. Kichu took out the mirror and looked. Kichu എന്ത് ചെയ്തു? ടുക്ക് ഔട്ട് ദി മിറർ ആൻഡ് ലുക്ക്ഡ്. ആ ഒരു മിറർ എടുത്തിട്ട് ആ മിററിൽ നോക്കി. ആ ഒരു മിററിൽ നോക്കുന്ന ആ ഒരു പിക്ചറൊക്കെ അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കിച്ചു മിററിൽ നോക്കുന്നത്. എന്നിട്ടോ ഹേ വാട്ട് ഇസ് ദിസ്? എന്നിട്ട് പറയാണ്, മിറർ എടുത്ത് മിററിൽ നോക്കിയിട്ട് പറയാണ്, ഹേ വാട്ട്സ് ദിസ്? എന്താ ഇത്? ഹൂ ഈസ് ഇൻ ദി മിറർ? ആരാണ് ഈ കണ്ണാടിയിൽ, അല്ലെങ്കിൽ ആരാണ് ഈ മിററിൽ? ഹി വാസ് പ്ലീസ്ഡ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദി മിറർ. പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം എന്നാണ്, ഹാപ്പി എന്നാണ്. ഹി വാസ് പ്ലീസ്ഡ്, അവൻ എന്താണ്? സന്തോഷം തോന്നി. എന്ത് കണ്ടിട്ട്? ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദി മിറർ, അവൻ്റെ സ്വന്തം ഒരു ഇമേജ് അല്ലേ, ആ ഒരു മുഖം ആ ഒരു മിററിൽ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? സന്തോഷം തോന്നി. അപ്പോൾ ആദ്യം മിററിൽ നോക്കിയപ്പോൾ അവന് മനസ്സിലായില്ല, പക്ഷെ പിന്നെ അവന് മനസ്സിലായി അവനെ തന്നെയാണ് കാണുന്നത് എന്ന്. അത് കണ്ടപ്പം അവന് സന്തോഷമായി. ആം ഐ സോ ഹാൻസം? ഞാൻ ഇത്രയ്ക്ക് ഹാൻസം എന്ന് പറഞ്ഞാൽ സുന്ദരനാണോ? ഞാൻ ഇത്രയ്ക്ക് സുന്ദരനാണോ? ഹി വണ്ടേർഡ്, അവൻ അത്ഭുതപ്പെട്ടു. ഹി സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്. അവൻ എന്ത് ചെയ്തു? ഹി സ്റ്റാർട്ടഡ് ഡാൻസിങ്, അവൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനിയോ ഫ്രം ദെൻ ഓൺ എവരി മോർണിംഗ്, അന്ന് തൊട്ട് എല്ലാ ദിവസവും രാവിലെ ഹി വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ്. അവൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും? ബ്രഷ് ചെയ്യും. ക്ലീൻ ഹിസ് ഫേസ്, അവൻ്റെ മുഖമൊക്കെ ക്ലീൻ ചെയ്യും. എന്നിട്ടോ ലുക്കിംഗ് ഇൻ ദി മിറർ, എന്നിട്ട് മിററിൽ നോക്കും. ഡേയ്സ് പാസ്ഡ്, ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. കുങ്കൻ വോൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. കുങ്കൻ വോൾഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെന്നായ അല്ലേ. കുങ്കൻ എന്ന് പറയുന്ന ഒരു ചെന്നായ. അപ്പോൾ ചെന്നായ ഇവിടെ നമ്മൾ കഥകളിലൊക്കെ കാണുന്നത് എന്താണ്? ചെന്നായ എന്ന് പറഞ്ഞത് വില്ലൻ കഥാപാത്രമാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. കുങ്കൻ വോൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. കുങ്കൻ എന്ന് പറയുന്ന ചെന്നായ എന്ത് ചെയ്തു? ആ ഒരു ലിറ്റിൽ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഹി അറ്റാക്ക്ഡ് ഓൾ ദി ആനിമൽസ് ഇൻ ദി മാർക്കറ്റ്. അവൻ എന്താ ചെയ്യുന്നത്? അറ്റാക്ക്ഡ്, ആക്രമിക്കുക അല്ലേ. ഓൾ ദി ആനിമൽസ് ഇൻ ദി മാർക്കറ്റ്, മാർക്കറ്റിലുള്ള എല്ലാ മൃഗങ്ങളെയും അവൻ എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. കുങ്കൻ വോൾഫ് വന്നിട്ട് അല്ലേ ആ ഒരു ലിറ്റിൽ മാർക്കറ്റിലുള്ള ആനിമൽസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വില്ലനെ പോലെ അവിടെ നടന്നു പോകുന്നുണ്ട്. ഇനിയോ The deer, rabbit, donkey and all other animals were terrified. How can they escape from his attack? They started thinking but could not find a way out. The deer എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ അല്ലേ. റാബിറ്റ് മുയൽ. ഡോങ്കി എന്ന് പറഞ്ഞാൽ കഴുത. ആൻഡ് ഓൾ അതർ ആനിമൽസ്, ഇവരൊക്കെ കൂടെ എല്ലാ മൃഗങ്ങളും വേർ ടെറിഫൈഡ് എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുകയാണ് കേട്ടോ. പേടിച്ചിട്ട് അല്ലേ. കുങ്കൻ വോൾഫിനെ പേടിച്ചിട്ട് അവരൊക്കെ പരിഭ്രമിക്കുകയാണ്. കാരണം എല്ലാ ആനിമൽസിനെയും കുങ്കൻ വോൾഫ് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ടെറിഫൈഡാണ്. എന്താണ് ടെറിഫൈഡ് എന്ന് പറഞ്ഞാൽ? പരിഭ്രമിച്ചിരിക്കുകയാണ്. ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ഹിസ് അറ്റാക്ക്? എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. അവൻ്റെ ആക്രമണത്തിൽ നിന്ന് അല്ലേ, അറ്റാക്കിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് അവർ ചിന്തിക്കുകയാണ്. ദേ സ്റ്റാർട്ട്
സ്റ്റാർട്ടഡ് തിങ്കിങ്, അവർ ചിന്തിക്കാൻ തുടങ്ങി. ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട്, പക്ഷെ എന്താണ്, അവർക്കൊരു വഴിയും കിട്ടിയില്ല. എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളൊരു മാർഗവും അവർക്ക് എന്താണ് തെളിഞ്ഞു വന്നില്ല, അവർക്ക് കിട്ടിയില്ല. വൺ ഡേ കുങ്കൻ വോൾഫ് കെയിം ടു കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. വൺ ഡേ, ഒരു ദിവസം അല്ലേ, കുങ്കൻ വോൾഫ്, കുങ്കൻ ചെന്നായ വന്നു. കെയിം ടു കിച്ചു റാബിറ്റ് ഷോപ്പ്, എവിടേക്ക് വന്നു? കിച്ചു അല്ലേ, നമ്മുടെ മുയലായിട്ടുള്ള കിച്ചു റാബിറ്റിൻ്റെ ഷോപ്പിലേക്ക് വന്നു. അവിടെ ആ ഒരു ചിത്രത്തിൽ കണ്ടോ, ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, കിച്ചുവായിട്ട് ആ ഒരു കുങ്കൻ വോൾഫ് സംസാരിക്കുന്നത് അല്ലേ, കുറച്ച് ശൗര്യത്തോടെയാണ് നിൽക്കുന്നത്. ആ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന്. Hey Kichu, I will crush you and eat you up. The animals were frightened and most of them ran away. Suddenly, Kichu got an idea. My friend, don't try your tricks on me. If you want to leave, go away from here. What will you do? The wolf asked. I cannot do anything, but my friend Jigu, the wolf, he is hiding inside my shop. He will smash you into pieces. Would you like to see him? Kichu Rabbit asked. Yes, show me your Jigu, Kungan Wolf demanded. എന്താന്നുള്ളത് നമുക്ക് നോക്കാം. Hey Kichu, I will crush you and eat you up. ഹേ കിച്ചു റാബിറ്റിനെ കണ്ടപ്പോൾ കുങ്കൻ വോൾഫ് പറയാണ്, ഹേ കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. ഞാൻ നിന്നെ തകർത്ത് തിന്നും. ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊടിച്ച് തകർക്കുക. നിന്നെ തകർത്ത് ഞാൻ തിന്നും. ദ ആനിമൽസ് വേർ ഫ്രൈറ്റൻഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. മറ്റു മൃഗങ്ങളൊക്കെ അത് കേട്ട് പേടിച്ചിട്ട് എന്ത് ചെയ്തു? മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. കുറേ ആൾക്കാർ കുറേ ആനിമൽസ് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഓടിപ്പോയി. സഡൻലി കിച്ചു ഗോട്ട് എൻ ഐഡിയ. പെട്ടെന്ന് കിച്ചു ഗോട്ട് എൻ ഐഡിയ. കിച്ചുവിന് ഒരു ഐഡിയ കിട്ടി. മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. മൈ ഫ്രണ്ട്, കൂട്ടുകാരാ, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. നിന്റെ ട്രിക്സ് ഒന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയാണ്. ഇഫ് യു വാണ്ട് ടു ലീവ്, ഗോ എവേ ഫ്രം ഹിയർ. ഇഫ് യു വാണ്ട് ടു ലീവ്, നിനക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഗോ എവേ ഫ്രം ഹിയർ, നീ ഇവിടുന്ന് പൊയ്ക്കോ. വാട്ട് വിൽ യു ഡു? ദ വോൾഫ് ആസ്ക്ഡ്. വാട്ട് വിൽ യു ഡു? നീ എന്ത് ചെയ്യും? ദ വോൾഫ് ആസ്ക്ഡ്. ചെന്നായ ചോദിക്കുകയാണ്. ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബട്ട് മൈ ഫ്രണ്ട് ജിഗു, പക്ഷേ എൻ്റെ ഫ്രണ്ട് ജിഗു, ദ വോൾഫ്, ജിഗു എന്ന് പേരായിട്ടുള്ള വോൾഫിലെ ചെന്നായ, ഹി ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. ഹൈഡിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കടയിൽ ഹൈഡ് ചെയ്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഹി വിൽ സ്മാഷ് യുവർ ഇൻ ടു പീസസ്. അവൻ നിന്നെ പീസസ് ആക്കും. വുഡ് യു ലൈക്ക് ടു സീ ഹിം? നിനക്ക് അവനെ കാണണോ? കിച്ചു റാബിറ്റ് ആസ്ക്ഡ്. കിച്ചു ചോദിക്കുകയാണ് വോൾഫിനോട് അല്ലേ, കുങ്കൻ വോൾഫിനോട് ചോദിക്കുകയാണ്, നിനക്ക് അവനെ കാണണോ? യെസ്, ഷോ മീ യുവർ ജിഗു, കുങ്കൻ വോൾഫ് ഡിമാൻഡഡ്. യെസ്, അപ്പോൾ അത് കേട്ടപ്പോൾ കുങ്കൻ വോൾഫ് പറയാണ്, യെസ്, ഷോ മീ യുവർ ജിഗു, നിന്റെ ജിഗുവിനെ എന്നെ കാണിക്കേ. കുങ്കൻ വോൾഫ് ഡിമാൻഡഡ്. കുങ്കൻ വോൾഫ് പറയാണ്, ഡിമാൻഡഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുകയാണ്, കാണിക്കാൻ വേണ്ടിയിട്ട്. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദി മിറർ. ഹി ബ്രോട്ട് ഇറ്റ് ടു ദി ഫേസ് ഓഫ് കുങ്കൻ വോൾഫ്. ലുക്ക് ഹിയർ, ഹി ഈസ് ജിഗു, കിച്ചു സെഡ്. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദി മിറർ. കിച്ചു റാബിറ്റ് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദി മിറർ. തിരിഞ്ഞിട്ട് ആ ഒരു മിറർ എടുത്തു വന്നു. ഹി ബ്രോട്ട് ഇറ്റ് ടു ദി ഫേസ് ഓഫ് കുങ്കൻ വോൾഫ്. എന്നിട്ട് എന്ത് ചെയ്തു? കുങ്കൻ വോൾഫിൻ്റെ നേരെ അല്ലേ, മുന്നിലേക്ക്, ഫേസിലേക്ക് അത് നീട്ടുകയാണ്. ലുക്ക് ഹിയർ, എന്നിട്ട് പറയാം, നോക്ക്. ഹി ഈസ് ജിഗു, എന്നിട്ട് പറഞ്ഞു, കുങ്കൻ വോൾഫിൻ്റെ മുന്നിലേക്ക് ആ മിറർ പിടിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇതാണ് ജിഗു. ഹി ഈസ് ജിഗു, കിച്ചു സെഡ്. കിച്ചു പറയാണ്, ഇതാണ് ജിഗു എന്ന്. ആ മിറർ കുങ്കൻ വോൾഫിൻ്റെ ഫേസിൻ്റെ നേരെ പിടിച്ചിട്ട് കിച്ചു പറയുകയാണ് കുങ്കൻ വോൾഫിനോട്. കണ്ടോ, ആ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കിച്ചു റാബിറ്റ് കുങ്കൻ വോൾഫിൻ്റെ നേരെ ആ മിറർ പിടിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ ആ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഹോ വാട്ട്സ് എ ടെറിബിൾ ഫെലോ ഹി ഈസ്. വാട്ട് എ ടെറിബിൾ ഫെലോ ഹി ഈസ്. അപ്പോൾ കുങ്കൻ വോൾഫ് സ്വയം പറയാണ്, വാട്ട് എ ടെറിബിൾ, എന്തൊരു ഭയാനകമാണല്ലേ, ഇതൊരു പേടിപ്പെടുത്തുന്ന എന്നുള്ള രീതിക്ക് ടെറിബിളാണ് ഈ ഒരു ഇതെന്ന് പറയാണ്. ഇഫ് ഹി കംസ് ഔട്ട് ഹി വിൽ ഫിനിഷ് മീ. അവൻ ഒരു പക്ഷെ പുറത്തേക്ക് വന്നാൽ എന്നെ തീർത്ത് കളയും. ഇഫ് ഹീ കംസ് ഔട്ട്, പുറത്തേക്ക് വന്നാൽ ഹീ വിൽ ഫിനിഷ് മീ, എന്നെ അവൻ തീർത്ത് കളയും. സീയിങ് ഹിസ് ഓൺ ഇമേജ്. എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? കുങ്കൻ വോൾഫിൻ്റെ സ്വന്തം ഇമേജ് ആ മിററിൽ കണ്ടിട്ട് കുങ്കൻ തന്നെ പറയുകയാണല്ലേ, എന്തൊരു ഭയാനകമാണ് അവനെ കാണുമ്പം, അവൻ പുറത്ത് വന്നാൽ എന്നെ തീർത്ത് കളയും. കുങ്കൻ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റിയൽ ജിഗു വോൾഫ്. കുങ്കൻ എന്താ വിചാരിക്കുന്നത്? ഇറ്റ് വാസ് ദ റിയൽ ജിഗു വോൾഫ്. അത് ശരിക്കുള്ള അല്ലേ, റിയലായിട്ട് യഥാർത്ഥത്തിലുള്ള ജിഗു വോൾഫാണ്. കുങ്കൻ വോൾഫ് റാൻ അവേ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. കുങ്കൻ വോൾഫ് റാൻ അവേ. കുങ്കൻ വോൾഫ് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. അവന്
പറ്റാവുന്ന അത്രയും സ്പീഡിൽ എന്താണ് വേഗത്തിൽ അവൻ അവിടുന്ന് ഓടിപ്പോവാണ്. ഹി നെവർ കെയിം ബാക്ക് അഗെയിൻ. അവൻ ഒരിക്കലും പിന്നെ തിരിച്ചു വന്നില്ല. കിച്ചു ബിക്കെയിം എ റിയൽ ഹീറോ. കിച്ചു എന്തായി? ഒരു റിയൽ ഹീറോ ആയിട്ട് മാറി. ഓൾ ദ ആനിമൽസ് ബിക്കെയിം ഹാപ്പി. എല്ലാ മൃഗങ്ങളും എന്തായി? ഹാപ്പിയായി. അപ്പം ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. കിച്ചു റാബിറ്റിന് ഒരു ഐഡിയ തോന്നുകയാണ് അല്ലേ, അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം എന്താണ്, മറ്റുള്ള മൃഗങ്ങളെയൊക്കെ ആ ഒരു കുങ്കൻ വോൾഫിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു റിയൽ ഹീറോ ആയിട്ട് ആര് മാറിയിട്ടുണ്ട്? നമ്മുടെ കിച്ചു റാബിറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.